ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ചകിരി വെച്ചിട്ട് നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ചകിരി വെച്ചിട്ട് കുറച്ച് ടിപ്സാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ആവശ്യമായിട്ടുള്ള ചില പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഈ ഒരു ചകിരി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ബ്രഷാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചകിരിയുടെ ഈ കാണുന്ന ഭാഗം, അതായത് നമ്മുടെ ചിരട്ടയോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് അറ്റത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടിക്കളയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചകിരി ഒരു സ്റ്റിക്കുമായിട്ട് വൃത്തിയുള്ള ഒരു കമ്പുമായിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് ചുരുട്ടി കൊടുക്കാം. എന്നിട്ടൊരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റം എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രഷ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബ്രഷ് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ദോശയൊക്കെ ചുടുന്ന സമയത്ത് ദോശക്കല്ലിൽ ഓയിൽ പുരട്ടാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ലിഡിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓയിൽ വെച്ച് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നമുക്കിത് ബ്രഷായിട്ട് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഇതുപോലെ ചെറിയ നെറ്റിൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചകിരി ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഷേപ്പിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് കെട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ചകിരി പുറത്ത് വരാത്ത രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ, പണ്ട് മുതലേ ആളുകൾ ചകിരി ഒരു ബോഡി സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് സോപ്പൊക്കെ തേച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ലിഡ്, ഒരു വലിയൊരു ലിഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ചകിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ബാത്റൂമിലെ വാൾ ടൈലൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ചകിരി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ, അതായത് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പം നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ചകിരി വെച്ചിട്ടുള്ള സൂത്രങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്